നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ വിശാഖം കാലകാരുടെ തൃക്കേട്ട വൃശ്ചികക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലം എന്നതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് നക്ഷത്രങ്ങളെ കൊണ്ട് പൊതുവെ പറയുന്ന ഫലമാണ്. നമ്മളുടെ ജനിച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടുള്ളതായ ജാതക ഫലമായിരിക്കും നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായിട്ട് വരിക എന്ന് മനസ്സിലാക്കുക. എന്തായാലും വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 17-ാം തീയതി വരെ 9-ലാണ്. ചന്ദ്രാനുള്ള ഫലത്തെ നോക്കുമ്പോൾ 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാകുക. അപമാനം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പലവിധ വ്യാധികൾ വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ 10-ലേക്ക് വരുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. 3, 6, 10, 11 ഈ 4 ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ സൂര്യനെ കൊണ്ട് നല്ല ഫലത്തെ ചന്ദ്രൻ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പൊ 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 10-ാം ഭാവം കൊണ്ടായതുകൊണ്ട് തന്നെ അപ്പോ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർക്ക് നല്ല രീതിയിൽ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പല വിധത്തിലും കർമ്മസിദ്ധി വന്നു ചേരുക, ദ്രവ്യലാഭം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ. ആരാ മോശം ഫലം വന്നു ചേരുവാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണത്? അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അതുപോലെ നിലവിൽ ജോലി ചെയ്യുന്നവർക്കും പ്രൊമോഷൻ ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും 17-ാം തീയതിക്ക് ശേഷം വൃശ്ചികക്കൂറുകാർക്ക് സൂര്യൻ 10-ലേക്ക് വരുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 25-ാം തീയതി വരെ ചൊവ്വ 7-ലാണ്, അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുമ്പോഴും 8-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 7-ൽ നിൽക്കുമ്പോൾ ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക, ഉദരവ്യാധി വന്നു ചേരുക. കുടുംബത്ത് കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള സമാധാനം കൂടി അങ്ങോട്ട് പോകും അല്ലെ. അപ്പൊ കലഹം ഉണ്ടാകുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണോ എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഉദരവ്യാധി വന്നു ചേരുന്നത്, അതായത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ ഉദരവ്യാധി. വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. 25-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വരുമ്പോൾ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ ഇവിടെയും സൂചിപ്പിക്കുന്നുണ്ട് ചൊവ്വയെ കൊണ്ട്. എന്തായാലും ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഓഗസ്റ്റ് മാസം 22-ാം തീയതി വരെ ബുധൻ 10-ലാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 10-ാം ഭാവം കൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 10-ൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലങ്ങൾ, നല്ല ഫലങ്ങൾ, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ ലഭിക്കുക, സ്ഥാന അഭ്യുന്നതി വന്നു ചേരുക, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുക, അതുപോലെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം. 22-ാം തീയതിക്ക് ശേഷം 10-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ 11-ലേക്കല്ല വരുന്നത്, 9-ലേക്കാണ്. ബുധന് വക്രഗതിയാണ്, അതായത് പുറകോട്ടാണ് സഞ്ചാരം. 9-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫല പറയണത്. എന്തായാലും പല ഗ്രഹങ്ങളും മോശസ്ഥാനത്താണ് എങ്കിൽ പോലും വൃശ്ചികക്കൂറുകാർക്ക് 7-ൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7-ൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഈശ്വരാധീനത്തെ തന്നെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു കാലയളവ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലങ്ങൾ, വിവാഹ സംബന്ധമായിട്ട് തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ
ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവരുടെ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള വിവാഹം വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചതായിട്ടുള്ള ധനം തിരിച്ചു കിട്ടുവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ കടം കൊടുത്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, തിരിച്ചു കിട്ടാത്ത ധനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അത് തിരിച്ചു കിട്ടുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ ഗ്രഹങ്ങൾ ഓരോരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഓരോ ഗ്രഹസ്ഥിതികളെ സംബന്ധിച്ച് നമുക്ക് മോശഫലങ്ങളെ സൂചിപ്പിക്കേണ്ടതായിട്ട് വരും, നല്ല ഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക, മോശഫലങ്ങളെയും മനസ്സിലാക്കി നമ്മളുടെ നാമജപാദികളും ഈശ്വര സേവയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 25-ാം തീയതി വരെ ശുക്രൻ 10-ലാണ്, അതിനുശേഷം 11-ലേക്ക് വരും. 25-ാം തീയതി വരെ 10-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. അപ്പൊ ഈ കലഹം അപമാനം എന്ന ഫലത്തെ പല ഗ്രഹങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ ഫലത്തിന് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കുക. 25-ാം തീയതിക്ക് ശേഷം ശുക്രൻ 11-ലേക്ക് വരുന്നത് ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. നല്ല രീതിയിൽ തന്നെ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക, ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുക, അംഗീകാരങ്ങൾ വന്നു ചേരുക. ഏറ്റവും മോശഫലത്തെ സൂചിപ്പിക്കുന്നത് വൃശ്ചികക്കൂറുകാർക്ക് 4-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടാണ്. കുറച്ചു കാലമായിട്ട് 4-ൽ തന്നെയാണ് ശനി. ഈ ഫലത്തെ തന്നെയായിരിക്കും കഴിഞ്ഞ മാസവും ചന്ദ്രൻ സൂചിപ്പിക്കാനിട വരിക. പറയുന്നതായിട്ടുള്ള ഫലം ദുർബുദ്ധി വന്നു ചേരുക, നമുക്ക് ജീവിതത്തിൽ യാതൊരു ഗുണവും ലഭിക്കാത്ത, നമുക്ക് വേണ്ടാത്ത ദുർബുദ്ധി വന്നു ചേരുന്ന ഫലം. ആർക്കും ദുർബുദ്ധി വരരുതല്ലോ. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ പുരോഗതി വന്നു ചേരുന്ന, നല്ല ഫലം ലഭിക്കുന്ന നല്ല ബുദ്ധിയല്ലേ നമുക്ക് തോന്നേണ്ടത്. നമുക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ നല്ല ബുദ്ധി തോന്നാത്തൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് ശനിയെ കൊണ്ടേ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നതും ആർക്കും നല്ല ഫലമല്ലല്ലോ ജീവിതത്തിൽ ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നതും ആർക്കും നന്നല്ലല്ലോ. വിചാരിക്കാതെ ധനത്തിന് ചെലവ് വന്നു ചേരുക. അപ്പൊ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശനിയെ കൊണ്ട് പ്രത്യേകിച്ച് ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. നമ്മുടെ സമീപ പ്രദേശത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും അയ്യപ്പന്റെ അമ്പലത്തിലൊക്കെ പോയി തൊടാം. എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. എന്തായാലും വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. പല ഗ്രഹങ്ങളെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിച്ചു വൃശ്ചികക്കൂറുകാർക്ക്, പല ഗ്രഹങ്ങളെ കൊണ്ട് കുറച്ച് മോശഫലത്തെയും സൂചിപ്പിച്ചു. അപ്പൊ ഈ ഫലങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.